കെ.എസ്.ആർ.ടി.സിയുടെ ഒരു പുതിയ സംരംഭമായിരുന്നു സ്വിഫ്റ്റ് ബസ്സുകൾ AC ചെയ്ത് ഓടിക്കുക എന്നുള്ളത്. ഗതാഗത മന്ത്രി ശ്രീ കെ.ബി. ഗണേഷ് കുമാറിൻ്റെ ദീർഘവീക്ഷണവും വളരെയധികം പക്വതയാർന്നൊരു പെരുമാറ്റവും ചൂട് കൂടിയ കേരളത്തിൻ്റെ ഈ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഏറ്റവും പ്രയോജനകരമായൊരു സംഗതിയായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും പൊതുജനങ്ങൾ ആ സർവീസിനെ അതിഭയങ്കരമായ രീതിയിൽ ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇതിപ്പോൾ നമുക്കിപ്പോൾ ഒരു ബസ് സാധാരണ രീതിയിലുള്ള ഒരു അശോക് ലൈലാൻഡ് ബസ് 54 സീറ്റുള്ള ഒരു വാഹനം AC ചെയ്യുവാൻ വേണ്ടി ചിലവാകുന്ന തുക എന്ന് പറയുന്നത് 6 ലക്ഷം രൂപയാണ്. കാരണം 6 ലക്ഷം രൂപയ്ക്ക് ചാലക്കുടി ഹെവി കൂൾ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ വാഹനം ഫുൾ AC ചെയ്ത് നൽകിയിട്ടുള്ളത് എന്നാണ് വാർത്തകളിൽ നിന്നും നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും വളരെ നല്ല കാര്യമാണ്. കാരണം കേരളത്തിൻ്റെ മാറി വരുന്നൊരു കാലാവസ്ഥയിൽ വളരെയധികം ചൂട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ AC ബസ്സുകൾ വളരെ കൃത്യമായി വേണം. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ റോബിൻ പോലെയുള്ള ബസ്സുകൾ തൃശ്ശൂർ, എറണാകുളം ഒക്കെ ഷട്ടിൽ റൂട്ടുകളിൽ ഓടാൻ AC ബസ്സുകളുമായി വരുമ്പോൾ പോകുന്നത് യാത്രക്കാർ പോകുന്നു പറയും. അപ്പോൾ അതുകൊണ്ട് ശ്രീ കെ.ബി. ഗണേഷ് കുമാറിന് വെൽഫെയർ അസോസിയേഷൻ്റെ പേരിൽ അത്തരമൊരു തീരുമാനമെടുത്തതിൻ്റെ പേരിൽ അഭിനന്ദനം അറിയിക്കുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഇതേ കാര്യം തന്നെ വർഷങ്ങൾക്ക് മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ കാര്യം മാനേജ്മെൻറ്റ് അറിയിക്കുകയും അതൊരു ഫേസ്ബുക്ക് ഏതോ ഒരു KSRTC ജീവനക്കാരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ഫേസ്ബുക്കിൽ ഈ വിവരം വരികയും ചെയ്തു. ഇപ്പം ഞാനിങ്ങനെ വിവിധ ആളുകളോട് നമ്മൾ വെൽഫെയർ അസോസിയേഷൻ അംഗങ്ങളെല്ലാം സംസാരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വരികയും ചെയ്തു. കാരണം ഇപ്പോൾ മേടിച്ചിട്ടുള്ള ഇദ്ദേഹം ഈ കെ.ബി. ഗണേഷ് കുമാർ വന്നപ്പോൾ മേടിച്ചിട്ടുള്ള ഐഷർ ബസ്സുകൾ ഏകദേശം 80 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വിലയുള്ള ബസ്സുകളാണ് ഈ AC ഐഷർ ബസ്സുകൾ എന്നാണ് 75-80 ഇടയ്ക്ക് വിലയുള്ള ബസ്സുകളാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഐഷർ ബസ്സുകൾ ആ സമയം ഐഷർ ബസ്സുകളെക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ലൈലൻഡ് ബസ്സുകൾ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഓട്ടത്തിൽ തന്നെയല്ല. ഈ 40 സീറ്റുള്ള വാഹനം വാങ്ങിച്ചിട്ട് 38-40 ഉള്ള ഐഷറിന് കേട്ടോ. അപ്പോൾ 40 സീറ്റുള്ള വണ്ടി ഓടിക്കാനും ഒരു ഡ്രൈവർ മതി, 54 സീറ്റുള്ള ബസ് ഓടിക്കാനും ഒരു ഡ്രൈവർ മതി. അപ്പോൾ ഈ 54 സീറ്റുള്ള വണ്ടി ഈ 6 ലക്ഷം രൂപ അടക്കി AC ആക്കുകയാണെങ്കിൽ ഇപ്പം 54 സീറ്റുള്ളൊരു വണ്ടി മാക്സിമം നമുക്കൊരു 50 ലക്ഷം രൂപ 50 ലക്ഷം രൂപ 55 ലക്ഷം രൂപയുടെ ചിലവിലേ വരുള്ളൂ. അപ്പോൾ ആ ബസ് മേടിച്ചാൽ പോരായിരുന്നോ? നമ്മൾ KSRTC നഷ്ടത്തിൻ്റെ കണക്കുകൾ ഞാൻ ഈ കൂടുതൽ പറഞ്ഞുകൊണ്ട് പോവുക. അപ്പോൾ സാധാ ലൈലൻഡ് ബസ്സുകൾ മേടിച്ചിട്ട് ആ ബസ്സിൽ AC കയറ്റുവാണെങ്കിൽ എന്ത് ചെയ്യാനും വരും? 6 ലക്ഷം രൂപ AC കയറ്റാനുള്ളൂ. അപ്പം പിന്നെ എന്തിനാണ് ഈ കമ്പനി AC ഉള്ള ഐഷർ കുട്ടി വണ്ടികൾ, സ്കൂൾ ബസ്സുകൾ മേടിക്കണം എന്ന് നിർബന്ധം പിടിച്ചത്? അപ്പോൾ ഇതാണ് ചില കണക്കുകളിലെ കളികൾ പറയുമ്പോൾ നമ്മൾ അഭിനന്ദനം പറയുന്നില്ല എന്നുള്ളത്. അതാണ് ആദ്യം അഭിനന്ദനം പറഞ്ഞത്. വളരെ നല്ല കാര്യമാണ്. യാത്രക്കാരെ KSRTCയിൽ തന്നെ പിടിച്ചു നിർത്തുവാനും ദീർഘദൂര യാത്രക്കാർക്ക് സുഖകരമായ യാത്രകൾ പ്രദാനം ചെയ്യുവാനും AC ബസ്സുകൾ അനിവാര്യമാണ്. അതിപ്പോൾ അനിവാര്യമാണെന്ന് പറയുമ്പോൾ അതിൻ്റെ മെയിൻ്റെനൻസും കൂടി അനിവാര്യമാണ്. കാരണം ഇപ്പോൾ ഓടുന്ന ലോ ഫ്ലോർ ബസ്സുകളിൽ AC ഇല്ല, വർക്ക് ചെയ്യുന്നില്ല, വേർത്ത് കുളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് യാത്രക്കാരെ ഡ്രൈവറെയും കണ്ടക്ടറെയും ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഇത് വളരെ ഏറ്റവും ആധുനികമായ രീതിയിൽ, അതായത് വണ്ടി AC ഓൺ ചെയ്യണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിടേണ്ട ആവശ്യമില്ല. ഇതിനു വേണ്ടി സജ്ജമാക്കിയിരിക്കുന്ന ബാറ്ററികളിൽ നിന്ന് തന്നെ ഈ AC വർക്ക് ചെയ്യത്തക്ക രീതിയിലുള്ള ആധുനിക സംവിധാനത്തിലുള്ള ഒരു AC ആണ് ഈ ചാലക്കുടിയിലുള്ള ഹെവി കൂൾ കമ്പനി പിടിപ്പിച്ച് നൽകിയിരിക്കുന്നത്. 6 ലക്ഷം രൂപയാണ് അതിൻ്റെ ചെലവ്. അപ്പോൾ അവശേഷിക്കപ്പെടുന്ന ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പൈസ പിന്നെ എന്തിനാണ് ഈ കുട്ടി വണ്ടി ഈ കൂടിയ പൈസയ്ക്ക് മേടിച്ചത്? അപ്പോഴാണ് വ്യക്തമായ പ്ലാനിങ് ഇല്ലാതെ കമ്മീഷൻ മാത്രം മോഹിച്ചുകൊണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, മറ്റു ചില താല്പര്യ കക്ഷികൾ ആരോപിക്കുന്നത് വെക്കത്തക്ക രീതിയിൽ എന്തിനാണ് ഇത്തരത്തിൽ പെരുമാറിയത് എന്ന് പൊതുസമൂഹം ആലോചിക്കേണ്ടതുണ്ട്. തള്ളുകൾക്കപ്പുറം ഇത്തരം യാഥാർത്ഥ്യങ്ങൾ നമ്മളെ നോക്കി പല്ലിളിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. നന്ദി. Thank you.